സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളറകളിലേക്കും മനോഹര കാഴ്ചകളിലേക്കും നയിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം മൈക്രോസോഫ്റ്റിന്റെ സഹായത്തോടെയാണ് വത്തിക്കാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. പൈതൃക സൈറ്റുകളുടെ ഡിജിറ്റലൈസേഷനിൽ വൈദഗ്ധ്യമുള്ള ഐക്കോണും പുതിയ വെബ്സൈറ്റിന് പിന്നിലുണ്ട്. ബസിലിക്കയിൽ സന്ദർശകരില്ലാത്ത സമയം ഡ്രോണുകൾ, നിരവധി ക്യാമറകൾ, ലേസർ എന്നിവ ഉപയോഗിച്ചെടുത്ത 4 ലക്ഷം ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫുകളാണ് പദ്ധതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ 3D മോഡൽ നിർമ്മിച്ച് AI അൽഗോരിതങ്ങൾ ഒന്നിച്ചു ചേർക്കുകയും ഡാറ്റ വികസിപ്പിച്ച് പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിവിലേക്കുള്ള മനുഷ്യന്റെ പ്രവേശനം വിശാലമാക്കുവാൻ ഇതിന് സാധിക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കി. എന്നാൽ മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുന്നതിന് ധാർമ്മികമായ രീതിയിൽ മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്നും പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു. വത്തിക്കാനിലെ 2025 ജൂബിലിക്ക് മുന്നോടിയായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ജൂബിലി വർഷത്തിൽ 30 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ ബസിലിക്കയിൽ സന്ദർശനം നടത്തുമെന്നാണ് വത്തിക്കാൻ കണക്ക് കൂട്ടുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇതുവരെ പിന്തുടരാത്ത തരത്തിലുള്ള സാങ്കേതികമായും ഏറെ പുരോഗമിച്ചതും സങ്കീർണവുമായ പദ്ധതികളിൽ ഒന്നാണിതെന്ന് മൈക്രോസോഫ്റ്റിന്റെ പ്രസിഡന്റ് ബ്രാഡ് സ്മിത്ത് വത്തിക്കാനിൽ വ്യക്തമാക്കി. നൂതന ഫോട്ടോഗ്രാമെട്രിയിലൂടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെയും സഭാചരിത്രത്തെയും വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയെക്കുറിച്ച് പഠിക്കുന്നതിന് സന്ദർശകരെ സഹായിക്കുന്ന പദ്ധതിക്കാണ് വത്തിക്കാൻ ഇതോടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു ദിവസം 50,000-ഓളം തീർത്ഥാടകർ സന്ദർശിക്കുന്ന വത്തിക്കാനിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സന്ദർശക പ്രവാഹം നിയന്ത്രിക്കുന്നതിനും പുതിയ പദ്ധതിക്ക് സാധിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.